മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം, ഈശോ രാത്രി മുഴുവൻ മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥനയെക്കുറിച്ചുള്ള യേശുവിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതങ്ങളിലേക്കും കടന്നു വരുന്ന നിമിഷങ്ങളെക്കുറിച്ചാണ് തമ്പുരാനിവിടെ പറഞ്ഞു വയ്ക്കുക. ദൈവവചനത്തിൽ എത്രമാത്രം ആഴപ്പെട്ടുകൊണ്ട് ദൈവവുമായിട്ടുള്ള സംഭാഷണത്തിലായിരിക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. യേശുരാത്രി മുഴുവൻ പ്രാർത്ഥനാ നിർഭരമായിരുന്നതിന് ശേഷം പ്രഭാതത്തിൽ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സംഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം എത്രമാത്രമാണ് എന്നിവിടെ കാണിച്ചു തരികയാണ്. യേശുവിനോട് ആലോചന ചോദിക്കുന്ന വചനം വെളിച്ചത്ത് കൊണ്ടുവന്ന് ആ വചന വെളിച്ചത്തിൽ നമ്മുടെ തീരുമാനങ്ങളെയും ചിന്തകളെയും പരിശോധിക്കുന്ന നിമിഷങ്ങളാണ് പ്രാർത്ഥന എന്നുള്ളത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ആവശ്യമായിട്ട് വരുന്ന ഘടകമായിട്ട് മാറുന്നതും അപ്പോൾ മാത്രമാണ്. അതൊരു വ്യായാമമായി പ്രാർത്ഥന മാറാതെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയും അതിലൂടെ ദൈവവുമായിട്ടുള്ളൊരു സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥനയുടെ ഗുണങ്ങളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കുക. ഓരോ തീരുമാനങ്ങളിലും ദൈവ പദ്ധതി മനസ്സിലാക്കുവാൻ പ്രാർത്ഥന നമുക്ക് സഹായിക്കും. ഒപ്പം രോഗപീഠകളിൽ സൗഖ്യമായും പ്രാർത്ഥന നമ്മോടൊപ്പം ആയിരിക്കും. നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ പ്രധാന ഘട്ടങ്ങളിലുമൊക്കെ നമ്മളെ സഹായിക്കുന്ന അനുഗ്രഹമായി തീരുന്ന പ്രാർത്ഥനകളും നമ്മുടെ ജീവിതങ്ങളിലുണ്ടാവും. ഇതിനെല്ലാം ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധവും ആഴത്തിലുള്ള വചന പാലനവും നമുക്ക് ആവശ്യമായിട്ട് വരും. ഈ ഒരു